ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ആയി വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇന്നലെ കണ്ടൊരു സിനിമയെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സിനിമയോ സിനിമയുടെ അനുബന്ധ കാര്യങ്ങളോ ഒന്നും ഞാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. അതിൽ പ്രതിപാദിപ്പിക്കുന്ന വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മുടെ ചർച്ച. സിനിമ വേറെ ഒന്നുമല്ല, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന മികച്ച പ്രതികരണവുമായി ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രമാണ്. വേറിട്ടൊരു കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ. അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയുമായിട്ട് ആ ഒരു സിനിമ എത്രത്തോളം റിലേറ്റബിൾ ആണ് എന്ന് പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുകയും അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. ഫാമിലിയുമായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ലാത്തതോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് വിട്ടു നിന്ന് പഠിക്കേണ്ടി വരികയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ചെറുപ്രായങ്ങളിലാണ് ഈ ലഹരി എന്നൊരു പദാർത്ഥം കുത്തിവെച്ച് അവരെ അതിന്റെ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. അപ്പൊ ഒരു സെന്റിമെന്റൽ അപ്രോച്ചിലൂടെ വളരെ എളുപ്പത്തിൽ അവരെ കീഴടക്കാം എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു റാക്കറ്റ് ഈ ഒരു വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഇത്രത്തോളം വർക്ക് ചെയ്യാനുള്ള കാരണം തന്നെ. പക്ഷെ ഒന്നോ രണ്ടോ ചെറുപ്പക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജെൻഡർ വ്യത്യാസം കൊണ്ട് പറയുന്നതല്ല, പക്ഷെ അങ്ങനെ ഒരു വിദ്യാർത്ഥികളുടെ ഇടയിൽ എത്തിപ്പെട്ടുന്ന ഡ്രഗ്സ് പിന്നെ എത്ര ഫാമിലിയിലേക്കാണ് സ്പ്രെഡ് ആവുന്നത് എന്നുള്ള വളരെ വൈകാരികപരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഈ ഒരു സിനിമയിൽ പ്രതിപാദിപ്പിച്ചു പോകുന്നത്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അത് തന്നെയാണ്. ഡ്രഗ്സ് നമ്മുടെ എന്താ പറയുക, ഒരു വ്യക്തിയിൽ നിന്നും ഒരു സൊസൈറ്റിയിലേക്ക് പടരുന്നത് ത്രൂ നമ്മുടെ ഫാമിലിയിലൂടെയാണ്. അപ്പൊ ഫാമിലി കൺസെപ്റ്റ് അവിടെ ഇല്ലാതെ കൊണ്ടാണ് നമ്മുടെ സൊസൈറ്റിനെ മുഴുവനായിട്ട് അത് ബാധിക്കുന്നത്. ഇത്രയും അധികം ലഹരിക്കെതിരെയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നാലും അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാലും എല്ലാം നമ്മുടെ കൺമുന്നിൽ ഇഷ്ടം പോലെ ലഹരി പദാർത്ഥങ്ങളാണ് കിടന്നു മറിയുന്നതും അത് ഉപയോഗിക്കുന്നതും നമ്മൾ നമ്മുടെ കണ്ണോടെ കാണുന്നതും. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പൊതു ഇടങ്ങളിൽ ഏറ്റവും ചെറിയ കടകളിൽ മുതൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ലഹരി പദാർത്ഥങ്ങളെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സംവിധാനം ഇല്ലാത്തത് എന്നാണ് എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ളത്. കൂടാതെ പൊതു ഇടങ്ങളിൽ നടക്കുമ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഇപ്പൊ ഒരു തിയേറ്ററിൽ പോയിരുന്നാൽ പോലും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം സ്മോക്കിങ്ങിന്റെ സ്മെല്ല് അത് ഞാൻ ഒന്ന് രണ്ട് തവണ കംപ്ലൈന്റ് ആയിട്ട് തിയേറ്ററുകാരോട് തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ അവിടെ അടച്ചിട്ട AC റൂമിലാണ് തിയേറ്ററിന്റെ ഉള്ളിലിരിക്കുക. അപ്പൊ ഈ സ്മോക്കിങ്ങിന്റെ സ്മെല്ല്, അതുപോലെ തന്നെ മറ്റ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ലിക്കർ കഴിച്ചിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള സ്മെല്ല് നമ്മളെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ കൺമുന്നില് ഏറ്റവും ദുരന്തകരമായിട്ടുള്ള കാഴ്ചകള് നമ്മൾ തന്നെ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആയിട്ട് തോന്നിയത് ഈ ഫിലിം എന്നല്ല, പക്ഷെ ഈ ഫിലിമിൽ അങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ഞാൻ അത് എടുത്തു പറയുകയാണ്. ഇപ്പം ലഹരിക്കെതിരെ പോരാടുന്ന ഒരു ഓഫീസർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം പോലും ലഹരി ഉപയോഗിച്ചുകൊണ്ട് അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ എന്താ പറയാ, നമ്മുടെ മാനസിക പ്രശ്നങ്ങളെ, സ്ട്രെസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഘടകമായിട്ട് അങ്ങനെയും കൂടിയും കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടാണ് എനിക്ക് തോന്നാറ്. മാനസിക പ്രശ്നങ്ങളുള്ള എല്ലാവരും ഡ്രഗ്സ് യൂസ് ചെയ്താൽ അതിൽ നിന്നും മാറാമെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൊടുക്കുന്ന രീതിയിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ എന്താ പറയാ, ഇത്രയും സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാരൂപങ്ങളിൽ അങ്ങനത്തെ ഒരു സന്ദേശം ഉൾപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മളത് കാണുന്നുണ്ട്. നമ്മൾ ഏറ്റവും റെസ്പെക്റ്റോട് കൂടി നോക്കുന്ന ആള് പോലും ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് സ്മോക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അത്തരം സാഹചര്യങ്ങൾ മാത്രം മാക്സിമം ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ എന്താ പറയാ, നമ്മൾ സന്ദേശം നൽകുന്നവരാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ അത് വ്യതിചലിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെടരുത്. ആക്ച്വലി ഞാൻ ഇന്നലെ ഫിലിം കണ്ടു തീർത്തത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ്. അതില് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും അത്രത്തോളം ഭീകരത നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. സോ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പോരാടാം. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെയും ഒഴിവായിട്ട് നല്ലൊരു സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ കഴിയട്ടെ. അതിന് നമ്മുടെ ഗവൺമെന്റ്, എക്സൈസ് ഉദ്യോഗസ്ഥരെ എല്ലാവരും എടുക്കുന്ന എഫേർട്ട് നമുക്ക് കാണേണ്ടത് തന്നെയാണ്. സോ അവരുടെ എല്ലാം കൂടെ നമുക്ക് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കാം. ഇതിനെതിരെ ശക്തമായിട്ട് പോരാടാം. താങ്ക് യു.